എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നീ എന്റെ കാല് പിടിച്ചോണ്ട് മാത്രമാണ്. നീ എന്നാ വല്ല കൊടുക്കൂടെ? ഇല്ല സർ, ഈ ബിസിനസ് വൻ സക്സസ് ആണ് സാറിന് ഞാൻ ഉറപ്പുതരാം സർ. എന്തായാലും നോക്കാം. ഈശ്വര, പുതിയ പണി വരുത്തല്ലേ. ഹലോ, Dawe. ഇങ്ങോട്ട് കെട്ടെടുത്ത് എവിടാവൻ? ആര്? നിനക്കറിയില്ലടാ ആരെന്ന്? സത്യമായിട്ട് എനിക്കറിയില്ല. കള്ളം പറയുന്ന പട്ടി. അവനെ കിട്ടണമെങ്കിൽ നിന്നെ പൊക്കിയാൽ മതി എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. വിളിടാ അവനെ. അവൻ എന്നെ വിളിക്കത്തൊന്നുമില്ല. ഹലോ ഹലോ, എവിടാ നീ? നീ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഒന്ന് പൊക്ക നിന്നെ. പൈസ ഞാൻ തരാം. നീ വരാതെ ഇവനെ ഞങ്ങൾ വിടില്ല. നീ തരണ്ട, ഞങ്ങൾ വാങ്ങിച്ചോളാം. എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. നീ എന്തൊക്കെയാ അന്ന് ഞങ്ങളടുത്ത് പറഞ്ഞത്? ചെമ്മീൻ കെട്ട്, മത്സ്യകൃഷി, 2x4, മുംബൈയിലെ യാദവ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഇതെങ്ങനെയാണ് നീ കെട്ടിയത്? എങ്ങനെയോ ഒരു അഡ്ജസ്റ്റ്മെന്റ് കെട്ടിയതാണ്. ഊരാൻ പറ്റില്ല. അതൊക്കെ പിന്നെ ഇങ്ങിതാ, ഞാൻ വെച്ചോളാം. നിന്റെ ടൈ തന്നെയല്ലേ അത്? ഞാനിപ്പോ വേറെ പരിപാടിയല്ലടാ. ഉടായിപ്പൊന്നുമല്ല, ഇത് പുതിയ ഇന്റർനാഷണൽ ലെവൽ ബിസിനസ്, ഫിഷറീസ്. ഇതാണ് ഈ ലോക്കൽസിന്റെ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ അതിനെ ലോക്കൽ വൽക്കരിച്ചു. എടാ, ഫിഷറീസ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാട് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. സോഫ്റ്റ്വെയർ കമ്പനീസ് അവിടെയാണെങ്കിൽ തൊട്ട് താഴെയാണ് ഫിഷറീസ്. നീ ആദ്യം താഴെ വാ. എന്താണ് കാര്യം പറഞ്ഞിട്ട്? ഇതൊന്നുമില്ല, ഇത് ഒരു മത്സ്യകൃഷി. എടാ, നമുക്ക് ഈ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ കുറച്ച് മത്സ്യം ഒരു കുഴി എടുക്കുന്നു. മീൻ കച്ചവടം അല്ല, അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് മീനായിട്ട് സ്പെഷ്യൽ ഓക്സിജനെ കൊടുത്ത് ഇങ്ങനെ വളർത്തിയെടുക്കുന്നു. ഇത് അവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുകയൊന്നുമില്ല, അപ്പൊ തന്നെ വരും കോർപ്പറേറ്റ് കമ്പനീസ്. കോർപ്പറേറ്റ് കമ്പനി നിന്റെ മീൻ വാങ്ങാണ്ടി ഇവിടെ വരും. ഈ കോർപ്പറേറ്റ് കമ്പനീസ് ഫുള്ള് ഇപ്പൊ ഇതിനകത്തല്ലേ. അവർ വരുന്നു, മീൻ എടുക്കുന്നു, നേരെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, സീപോർട്ട്, എയർപോർട്ട് വഴിയാണല്ലോ ഈ വരവും പോക്കൊക്കെ. അങ്ങനെ കംപ്ലീറ്റ് പരിപാടിയാണ്. അല്ല, നീ പറഞ്ഞ ഈ കുഴിയൊക്കെ കുഴിച്ച് ടാർപ്പൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് പിന്നെ കടലും കായലൊക്കെ pH കിട്ടില്ല മീൻ കിടക്കുന്ന. ഇതൊക്കെ വെറുതെ നാട്ടുകാർ പറയുന്ന നിരുത്സാഹപ്പെടുത്താൻ. ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയ ഒരു 2.5 lakhs ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ഈ 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇങ്ങോട്ട് മുറുക്കാങ്കറ ഇന്നല്ല, ഇത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇനി ഫ്ലൈറ്റ് ഒക്കെ പോണ്ടേ? അങ്ങനെ റിച്ച് ആൾക്കാർ കഴിക്കുന്ന മീനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എവിടെയാണ് ഈ മീൻ വരുന്നത്? അതൊക്കെ ബീഹാറിലെ ഒരു കൂട്ടാനുണ്ട്, യാദവ്. അവനോട് കൊടുത്തേക്കും. നീ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കണം, വേണമെങ്കിൽ റെഡിയാണ്. അതെന്ത് കേരളത്തിൽ മീൻ പറ്റൂല? കേരളത്തിൽ മീനൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നീ വേണമെങ്കിൽ കൈതാ, ഞാൻ സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഫുൾ പഠിച്ച റിപ്പോർട്ട് വിശ്വസിക്കാം. ഇങ്ങനെ കൈതാ, ഇങ്ങനെ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ 50,000 ഞാൻ ഇട്ടോളാം. 50 നമ്മൾ പാർട്ട്നേഴ്സ്. ഈ ബിസിനസ് നിങ്ങൾക്ക് എന്നും ഒരു താങ്ങായിരിക്കും. ആണല്ലേ? അന്നല്ല നീ ഞങ്ങൾക്കൊരു താങ്ങായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ താങ്ങുന്നു വിചാരിച്ചില്ല. ഒരു മാസം അതിനകത്ത് ഞങ്ങളുടെ മുഴുവൻ പൈസ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറിയാൻ നീ അറിയും, കേട്ടോ? നീയും അറിയും. അതെ, അവൻ തരൂ. തന്നില്ലെങ്കിൽ നേരിവായിരിക്കും. അല്ല, ഇനി എന്താ പരിപാടി? ചെറുക്കൻ സ്മോക്കി വരുന്നുണ്ട്. നമുക്ക് മലക്കൊക്കെ പോയിട്ട് വന്നല്ലേ, വ്രതം തിരിച്ചോളെ.